കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പൈങ്കിളിവായി കുഞ്ഞാറ്റ പെണ്ണിനൊടുക്കാൻ കുടമുല്ലക്കോടിയുമായി കൂകിയും കുറുകിയും വായി മഴയോലും മഞ്ഞല്ലേ മുളയോലക്കൂടല്ലേ അഴകോലും മിഴിയോരം കുളിരൂറും കനവല്ലേ മണവാളൻ വന്നു വിളിച്ചാൽ നാണം കൊള്ളും മനസ്സല്ലേ കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പൈങ്കിളിവായി മഴയോലും മഞ്ഞല്ലേ മുളയോലക്കൂടല്ലേ അഴകോലും മിഴിയോരം കുളിരൂറും കനവല്ലേ മണവാളൻ വന്നു വിളിച്ചാൽ നാണം കൊള്ളും മനസ്സല്ലേ. ഇന്നത്തെ അതിഥി ഒരു എഴുത്തുകാരിയാണ്, സംവിധായികയാണ്, നർത്തകിയാണ്, പിന്നെ അതിലെല്ലാം ഉപരി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരു വ്യക്തി കൂടാണ്. മറ്റാരുമല്ല, നമ്മളുടെ എല്ലാം സ്വന്തം സരയു. സ്നേഹപൂർവ്വം ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സരയു. എന്തുകൊണ്ട് സരി, ഒരുപാട് നാളായി കണ്ടിട്ട് അല്ലേ? അതെ, കുറേ നാളുകളായി. പക്ഷെ ഞാൻ ടി-വിയിലും ബാക്കി സിനിമയിലും ബാക്കി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് ഒരുപാട് നാളായി. ഇടയ്ക്ക് ഏതോ ഒരു കല്യാണത്തിനും എങ്ങോട്ട് കണ്ടായിരുന്നു, ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ ആദ്യം കാണുന്നത് ഇവിടെ വെച്ച് കൊട്ടാരക്കര വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ഇരുന്ന് സംസാരിക്കാം. സരയു, അയോധ്യയിലെ ഒരു നദിയുടെ പേരാണ് സരയു. അപ്പൊ ആരാണ് ഈ പേരിട്ടത്? അവിടെ നമുക്ക് തുടങ്ങാം. അങ്ങനെ അച്ഛനാണ്. അച്ഛനിട്ട പേരാണ് സരയു. നിങ്ങൾ എത്ര പേരാണ്? ഞാൻ ഒരാളാണ്, ഒറ്റ ആളെ ഉള്ളൂ, ഒറ്റ മോളാണ്. അപ്പൊ നദി പോലെ ഇങ്ങനെ ഒഴുകുന്ന അല്ലേ ഒരു സങ്കല്പമാണ് അച്ഛൻ്റെ മുമ്പില്. അച്ഛൻ അത്യാവശ്യം വായിക്കുകയോ എഴുതുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ പിക്ക് ചെയ്തൊരു പേരാണ് സരയു എന്നുള്ളത്. അത് പിൽക്കാലത്ത് സരയു എന്ന് വന്നപ്പോഴത്തേക്ക് അത് ഇത് വേണ്ടായിരുന്നു എന്നോലും തോന്നിയിട്ടുണ്ടോ? തീരെ കുട്ടിയായിരിക്കുമ്പോ തോന്നിയിട്ടുണ്ട്. അന്നൊക്കെ സ്കൂളിൽ ഇരട്ടപ്പേരൊക്കെ ഉണ്ടായിരുന്നു. അതെന്താ ഞാൻ പറയില്ല, അത് കരയുന്നായിരിക്കും. അതിന്റെയൊക്കെ ഒരു വകഭേദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. UKG മുതൽ LKG മുതൽ ഡിഗ്രി വരെ പഠിച്ച ഒരിടത്തും വേറൊരു സരയു ഇല്ല. എവിടെയാ പഠിച്ചത്? എറണാകുളം ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. പിന്നെ മഹാരാജാസിലാണ് പഠിച്ചത്. മഹാരാജാസിലെ എങ്ങനെ ഉണ്ടായിരുന്നു പഠിത്തമൊക്കെ? മഹാരാജാസ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അനുഭൂതിയായിരുന്നു. അപ്പൊ ഈ ഷോ കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. 3 സെഗ്മെന്റ് ആണ്. അപ്പൊ ആദ്യത്തെ സെഗ്മെന്റ് കേറി വാടാ മക്കളെയാണ്. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. കേറി വാടാ മക്കളെ. അപ്പൊ സരയു കരയാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ കരഞ്ഞു പോവും. സരയുവിനെ മാക്സിമം കരയിപ്പിക്കരുത് എന്ന് എനിക്കൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഇന്നത്തെ ചിത്രം ഞാൻ നല്ലൊരു സിനിമയാണ് തരുന്നത്. സമ്മർ ഇൻ ബെത്ലഹേം. ഈ ചിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ എപ്പിസോഡ് മുഴുവൻ. സമാധാനം, കുറച്ചൊരാശ്വാസം. കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഒരുപാട് തവണ ഇഷ്ടപ്പെട്ട ഒരു സിനിമ. പിന്നെ ഈ വളരെ ഈസി. അപ്പൊ കേറി വാടാ മക്കളിൽ ആദ്യത്തെ ചോദ്യം. സമ്മർ ഇൻ ബെത്ലഹേം എന്ന ചിത്രത്തിൽ ബെത്ലഹേം എസ്റ്റേറ്റിലേക്ക് കൊറിയർ കൊണ്ടുവരുന്ന കൊറിയർ സ്ഥാപനത്തിന്റെ പേരെന്താണ്? DHF കൊറിയർ, പ്രീമിയർ കൊറിയർ, ഡയാന കൊറിയർ. ABC. സർ, ഓപ്ഷൻ C, ഡയാന കൊറിയർ. ഡയാന കൊറിയർ. ഓക്കെ, അപ്പോൾ ഡയാന കൊറിയർ ഞാൻ എടുത്തിട്ട് പൂട്ടിയോടെ വയ്ക്കുകയാണ്. ഈ ഡയാന എന്ന പേരുള്ള പ്രശസ്തമായ ഒരു നടിയുണ്ട് തമിഴിൽ. അറിയാവോ ആരാന്ന്? നയൻതാരയുടെ ശരിക്കുള്ള പേര് ഡയാന എന്നാണ്. അങ്ങനെ തമിഴിൽ പോയിട്ടാണ് പിന്നെ നയൻതാര എന്ന് പേരിട്ടിട്ട് ഇപ്പം വേൾഡ് ഫേമസ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ C, ഡയാന കൊറിയർ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ്, എങ്ങനെയാണ് ഈ സിനിമയിൽ വരുന്നത്? മഹാരാജാസ് കോളേജിൽ ഒരുപാട് ഡാൻസ് ഒക്കെ ചെയ്തു. ഈ സിനിമയിലോട്ടുള്ള എൻട്രി എങ്ങനെയാണ്?
സർ ആദ്യം വീഡിയോ ആൽബംസ് ആണ് ചെയ്തിരുന്നത്. ഏതാണ്? 2 ആൽബംസ് ചെയ്തിരുന്നു. അത് കുങ്കുമം എന്ന് പറഞ്ഞു, മൊഞ്ചുള്ള പൈങ്കിളി എന്ന് പറഞ്ഞു. അതാ വീഡിയോ ആൽബംസ് ഒക്കെ ട്രെൻഡിങ് ആയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ചെയ്ത 2 ആൽബംസ് ആണ്. ആ 2 ആൽബംസും ചെയ്തത് ലോഹിദാസ് സാറിന്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള 3 പേരാണ്. ഒന്ന് ഉദയശങ്കർ എന്ന് പറയുന്ന വാട്ടർമാൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം, മനോജ് വിനോദ് എന്ന് പറയുന്ന ഓർക്കുട്ട് ഓർമ്മക്കൂട്ട് സിനിമ ചെയ്ത ഡയറക്ടേഴ്സ്. അപ്പൊ അവരാണ് ഫസ്റ്റ് 2 ആൽബംസും ചെയ്തത്. അപ്പൊ ആ സ്വാഭാവികമായിട്ടും അവർ അസോസിയേറ്റ്സ് ആയതുകൊണ്ട് അവരത് ലോഹിദാസ് സാറിനെ കാണിച്ചു. അപ്പോൾ സാർ ആ കുട്ടിയോടൊന്ന് വരാൻ പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചക്രമുത്ത് സിനിമയുടെ ലൊക്കേഷനിൽ ചെന്നു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് സിനിമയിൽ ചെയ്യുന്നത്. അതിൽ സായിച്ചേട്ടൻ്റെ മകളായിട്ട് ഒരു ചെറിയ ഷോട്ടേ ഉള്ളൂ, എന്നാലും തുടക്കം അവിടെ നിന്നാണ്. ചക്രമുത്ത് എന്ന് പറഞ്ഞ സിനിമയിലാണ്. ചക്രമുത്ത് ദിലീപ് ഏട്ടൻ്റെ. അടുത്തത് അത് കഴിഞ്ഞ് വെറുതെ ഒരു ഭാര്യ എന്ന് പറഞ്ഞ സിനിമയില് കലാഭവൻ പ്രചോദയന്റെ വൈഫായിട്ട്, അതും ചെറിയൊരു ക്യാരക്ടറാണ്. അത് ഡയറക്ടർ അനീഷ് ഉപാസന. അങ്ങനെ അപ്പൊ നമുക്കിങ്ങനെ സിനിമയിലേക്ക് വരണം എന്നുള്ള പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്നു, 2 ദിവസം ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ പോയി ചെയ്തു. അങ്ങനെയുള്ളൂ. അനീഷേട്ടനെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു, മാഗസിൻസിന്റെ ഫോട്ടോഷൂട്ട്സ് ഒക്കെ ആയിട്ട്. അങ്ങനെയാണ് പതുക്കെ സിനിമയിലേക്ക് എത്തിയത്. അപ്പോൾ കേറിപാടാ മക്കളയിൽ രണ്ടാമത്തെ ചോദ്യം. ചിത്രത്തിൽ മഞ്ജു വാര്യരും കൂട്ടരും ഒളിച്ചിരുന്ന് കുടിക്കുന്നത് എന്താണ്? എ ബിയർ, ബി ഷാമ്പെയിൻ, സി വൈൻ. സർ ഓപ്ഷൻ സി വൈൻ. വൈൻ. ഞാൻ വൈൻ എടുത്തു വെച്ച് പൂട്ടുന്നു, അവിടെ ഇരിക്കട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സരിന് ഇഷ്ടമാണോ? ഏത് കാര്യങ്ങളാ സർ? ഈ ബിയർ, ഷാമ്പെയിൻ, വൈൻ. അതൊന്നും വലിയ ബന്ധമില്ലാത്ത കാര്യങ്ങൾ. അല്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. എവിടൊക്കെ പോയിട്ടുണ്ട്? ഇപ്പോൾ US, കാനഡ, ഓസ്ട്രേലിയ, പിന്നെ UAE, സ്വിറ്റ്സർലാൻഡ്. അപ്പൊ ഈ US പോകുമ്പോൾ നമുക്ക് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ഒക്കെ വളരെ ഫ്രീക്ക് ഔട്ട് ആയിട്ട് പോകാൻ പറ്റുന്ന ദിവസങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ വല്ല ഷാമ്പെയിനോ ഒക്കെ ചിലപ്പോൾ പാർട്ടി കഴിച്ചെന്നിരിക്കും. അങ്ങനെ പോലും തൊടാറില്ല. അങ്ങനെയല്ല, ഇതൊക്കെ നമ്മൾ കഴിക്കുന്നേക്കാൾ രസകരമാണ് ഇത് കഴിച്ചുള്ളവരെ കൂടെ ഇത് ആസ്വദിക്കുക എന്നുള്ളത്. അവരുടെ ഗോഷ്ഠികളാണ്. അത് ഭയങ്കര രസമുള്ള പരിപാടി. പ്രത്യേകിച്ചും ഇങ്ങനെ നമ്മൾ ടീമായിട്ടൊക്കെ പോകുമ്പോൾ കലാകാരന്മാരായിരിക്കും. അപ്പോൾ അവരുടെ ചില പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് മാറിയിരുന്ന് ആസ്വദിക്കാനാണ് രസം കൂടുതൽ. അതെ. ഓക്കെ, ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ. അതെ. ഹസ്ബൻഡിന്റെ പേര് സനൽ. ഫിലിമിൽ വർക്ക് ചെയ്യാണോ? സനൽ സിനിമയിൽ വർക്ക് ചെയ്യാണ്, അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. എങ്ങനെയുണ്ട് പുള്ളി? ഒന്നല്ലേലും കുറച്ച് വർഷമായിട്ട് തന്നെ സഹിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആള് പാവാണ്. ഇപ്പൊ 5 വർഷമായി. 5 വർഷമായി. ഓ, അത് ശരി. അപ്പൊ 5 വർഷമായിട്ട് സഹിക്കുകയാണ്. പിന്നെ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ? സിനിമ ആളുടെ പാഷനാണ്, ആളുടെ ജോബാണ്. ആള് 24 അവേഴ്സും സിനിമ കാണാനും അതിനെപ്പറ്റി സംസാരിക്കാനും സാധിച്ചാൽ അതിനോട് താല്പര്യമുള്ള ആളാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ഒരു മോശ സ്വഭാവമായിട്ട് കാണുന്നത്? ജോലി കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളതിന് 101% ഓണാണ്. അതല്ലാതെ ചില കാര്യങ്ങൾ നമ്മൾ പേഴ്സണൽ ലൈഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയതായിട്ടുള്ള മടിയുണ്ട്. അതാണ് ഒരു എക്സാമ്പിൾ. പൊതുവേ നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്നത് തന്നെ. ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചിട്ടയോടെ വെക്കണം, അതിനനുസരിച്ച് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. ഇപ്പൊ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു 5 മണിക്ക് പോകണം എന്ന് പറഞ്ഞാൽ ആള് 4:45 പോകും. പക്ഷെ നമ്മൾ അതല്ലാതെ ഒരു കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ മടിയാണ്. പൊതുവേ എല്ലാ വീട്ടിലും അതൊന്നുമില്ല. എല്ലാ കാര്യത്തിലും ഒരു ലേസിനെസ്. അത് എല്ലാ വീടുകളിലും വഴക്കുണ്ടാവുന്നത് സാധനങ്ങൾ വെച്ചെടുത്ത് വെക്കാത്തതിന്. സാധനങ്ങൾ അല്ലേ? എനിക്ക് അതല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. വേറെ എന്താണ്? എന്തോ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നമൊന്നുമില്ല. ആള് നല്ല ഫുഡിയാണ്. ഫുഡ്. ശരി, ഞാൻ കേട്ട ആള് നല്ല കുടിയാണെന്ന് നേരത്തെ പറയുകയും ചെയ്തു. ഒക്കേഷനിലാണെന്ന്. ഫുഡി. അപ്പൊ ചിലപ്പോ എക്സസൈസ് ചെയ്യാനൊക്കെ പറഞ്ഞ് ഞാൻ എടുക്കുന്നത് തല്ലുവിടാറുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ചെയ്യാറുണ്ടോ? ഞാൻ ചെറിയ രീതിയിൽ വീട്ടിൽ ചെയ്യാറുണ്ട്. പിന്നെ ഡാൻസ് ഉണ്ട്. ഡാൻസ് പ്രാക്ടീസ്. ഡാൻസ് ഉള്ളപ്പോഴത്തേക്ക് പിന്നെ ഒരു എക്സസൈസ് തന്നെയാണ്, പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നും. ഓക്കെ, അപ്പോൾ സി വൈൻ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്.